ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരുപാട് നാൾ മുമ്പുള്ള വീഡിയോ ആണ്. ഇത് ഇങ്ങനെ ഉണ്ടായിരുന്ന കൃഷ്ണനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ വീട്ടിലല്ല, അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലെയാണ്. അപ്പോൾ അവർക്ക് വീട്ടുകൂടലൊക്കെ വരുന്നത് കാരണം അവരുടെ കൃഷ്ണനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം. അതിന് ഞാനല്ലേ ഉള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രീതമ്മ കൃഷ്ണനെയൊക്കെ എന്നെ ഏൽപ്പിച്ചു. നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇതായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് തൊട്ട് പെയിൻ്റ് അടി തുടങ്ങി. ഇതിലാണെങ്കിൽ ഒരു കോട്ട അടിച്ചിട്ടും 2 കോട്ട അടിച്ചിട്ടും ഒന്നും ഇതിൽ പെയിൻറ്റ് നിൽക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവസാനം ഏകദേശം ഒപ്പിച്ചു. അതെന്താ വെച്ചാൽ ഈ കൃഷ്ണനെ കളയാതിരുന്ന കാരണം വേറൊന്നുമല്ല. ഏട്ടൻ അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ ഒരു 4ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്വന്തം പൈസയ്ക്ക്, അതായത് പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ സ്വന്തം പൈസയ്ക്ക് ഒരു 100 രൂപ കൊടുത്തിട്ട് പള്ളിക്കുന്ന് പെരുന്നാളിന് വാങ്ങിയ കൃഷ്ണനാണിത്. അതുകൊണ്ട് തന്നെ പ്രീതമ്മയ്ക്കിത് ഭയങ്കര നല്ലൊരു ഓർമ്മയായിരുന്നു. അതുകൊണ്ട് ഈ കൃഷ്ണനെ കളയാനേ തോന്നിയില്ല. പിന്നെ എന്താക്കി, ആസ് യൂഷ്വൽ എൻ്റെ അടുത്ത് കൊണ്ട് തന്നു, ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം പറഞ്ഞുകൊണ്ട്. പിന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതിനൊരു കൃഷ്ണ രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ദിവസം രാത്രി ഫുള്ളി ഇരുന്ന് ചെയ്തതാണ്. പിന്നെ ഒരു ദിവസം രാത്രി ഞാൻ ഒരു 12-1 മണി വരെ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പരിപാടികളൊക്കെ പിറ്റേന്ന് രാവിലെയാണ് ഇരുന്ന് ചെയ്തത്. രാവിലെ ഞാൻ കുറച്ചൊരു സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ ഉറങ്ങുന്ന വരെ ഞാനിരുന്ന് ചെയ്യുന്നത് വെച്ചാൽ പിറ്റേന്ന് എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമായിരുന്നു. അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ എന്താക്കി, രാത്രി 12 മണി വരെ ഇരുന്നിട്ടാണ് ഇത് സെറ്റാക്കുന്നത്. എൻ്റെ കൂടെ സെറ്റാക്കാൻ ഏട്ടനും അനിയനും ഒക്കെ കാവലിരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, ഏട്ടനും അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുപ്പൊക്കെ ഏട്ടൻ തന്നെയായിരുന്നു. പിന്നെ ഫുൾ സപ്പോർട്ടിനായിട്ട് എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തരും. ഇവിടെ അങ്ങനെ ചെയ്യണം, ഇവിടെ ഇങ്ങനെ ചെയ്യണം, അവിടെ അങ്ങനെ ആക്കണം, ഇവിടെ ഇങ്ങനെ ആക്കണം, അങ്ങനെ ഓരോ അഭിപ്രായം പറഞ്ഞു തരുമായിരുന്നു. പിന്നെ കൃഷ്ണന് വേണ്ട ചില കളറുകളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ തന്നെ പൊടിക്കൈയായിട്ട് ചില കളറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ടൊക്കെ ചെയ്യും. അതും യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് കളറൊന്നും ഇല്ലാത്തത് കാരണം 2-3 കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കളറൊക്കെ ഞാൻ മിക്സ് ആക്കിയിട്ട് കയ്യിൽ നിന്നിട്ടങ്ങ് ചെയ്തു. കൃഷ്ണൻ്റെ ലാസ്റ്റത്തെ ഔട്ട്ലുക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണേ.
രാത്രി ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പണി നിർത്തിയത് എത്രയും നിർത്തിയിട്ട് പോയി കിടന്നു. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ എണീച്ചിട്ട് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏട്ടൻ ഷോർട്ട് വഴിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഏതിലേ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഏതോ വയലിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ പോയത്. പിന്നെ അവസാനം വഴി പകുതി എത്തി തിരിച്ച് വന്നു. അങ്ങനെ ഓരോരുത്തരെടുത്ത് ചോദിച്ചാണ് ഞങ്ങൾ പോകുന്നത്. സംഭവം ഇവിടെ നമ്മളടുത്ത് തന്നെയാണ്, പക്ഷേ ഷോർട്ട് വഴിയോ പറഞ്ഞ് കൊണ്ടുപോയതാണ്. പിന്നെ അങ്ങനെ അവിടെ കല്യാണത്തിനെത്തി. ഞങ്ങൾ റെസ്റ്റിംഗ് ടൈമൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും പെണ്ണും ചെക്കനൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇനി ഇത് അമ്മൂസ് ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാണ് പെണ്ണും ചെക്കനും. ഇത് ആ ഒരു ഗ്യാപ്പിൽ ഏട്ടൻ പോയി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ കല്യാണ വീടല്ലേ, അപ്പോൾ ഞാൻ വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഡ്രൈവ് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ ഏട്ടനെടുത്ത വീഡിയോ ഇത്. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ എന്താ പറയുക, റോഡിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിലെത്തി. വണ്ടി വീട്ടിലേക്ക് ഇറക്കി. ഞങ്ങൾ വീട്ടിലേക്ക് ഇറക്കുന്ന വഴിയാണ്. പിന്നെ വീട്ടിലിറക്കി വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ടത് ഈ കൃഷ്ണൻ്റെ മുഖത്തേക്കാണ്. പിന്നെ ബാക്കി കൃഷ്ണൻ്റെ അടിപൊളി പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇത് കൃഷ്ണനെ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ആ നേരത്തെ കണ്ട കൃഷ്ണനെ ഞാൻ ഇങ്ങനെയാക്കി എടുക്കൽ ഒരു ദിവസം ഫുള്ള് രാത്രി വരെ ഇരുന്നിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്തത്. അവസാനം കൃഷ്ണൻ്റെ ഔട്ട്ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.